നമസ്കാരം. നമ്മുടെ KSRTCയിലെ ജീവനക്കാർ പൊളിയാണ്. കാരണം ഈ ഓണക്കാലത്ത് 10,19,00,000 രൂപയാണ് റെക്കോർഡ് കളക്ഷനോടുകൂടി നമ്മുടെ KSRTC ജീവനക്കാർ സമാഹരിച്ചത്. അത് ടിക്കറ്റിന്റെ വരുമാനം മാത്രമാണ് 10,19,00,000 രൂപ. ഈ റെക്കോർഡ് വരുമാനം നമ്മുടെ കേരള ചരിത്രത്തിൽ ആദ്യമായാണ് 10,19,00,000 രൂപ ഈ ഓണക്കാലത്ത് മാത്രം കിട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ ഓണക്കാലത്ത് ഇത് 8,29,00,000 രൂപയായിരുന്നു. ആ റെക്കോർഡാണ് ഈ വർഷം 10,19,00,000 ആക്കി മാറ്റിയിരിക്കുന്നത്. എന്നാൽ ശബരിമല സീസണിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ ഉണ്ടായിട്ടുണ്ട്. അത് 9,22,00,000 രൂപയാണ്. ആ കഴിഞ്ഞ ഡിസംബറിൽ ശബരിമല സീസണിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയിരിക്കുന്നത് 9,22,00,000 രൂപയാണ്. ആ റെക്കോർഡും മറികടന്നാണ് ഇപ്പോ ഈ ഓണക്കാലത്ത് പലരും നാട്ടിൽ നിന്നും പല സ്ഥലത്തേക്ക്, ജോലി സ്ഥലത്തേക്കും അതുപോലെ തന്നെ ഓണം കഴിഞ്ഞതിന് ശേഷം വീടുകളിൽ നിന്നും മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നതിന് വേണ്ടി യാത്ര KSRTCയിലാക്കിയത്. അതിന്റെയൊക്കെ ഫലമായിട്ടാണ് ഇപ്പോ റെക്കോർഡ് കളക്ഷൻ നമ്മുടെ KSRTC നേടിയിരിക്കുന്നത്. എന്തായാലും നമ്മുടെ ഈ രണ്ടാം പിണറായി സർക്കാരിന് കാലത്ത് ഗണേഷ് കുമാർ മന്ത്രിയായതിനു ശേഷം ഒരുപാട് മാറ്റങ്ങളൊക്കെ KSRTCയിൽ രൂപം കൊടുക്കുകയുണ്ടായി. അതിനൂതനമായിട്ടുള്ള ബസ്സുകളും മറ്റും കഴിഞ്ഞ ഈ ഒരു വർഷത്തിനിടയ്ക്ക് കുറെ ബസ്സുകൾ പുതിയതായി കൊണ്ടുവന്നു, നിരത്തിലിറക്കി. അതുപോലെ തന്നെ ആ ബസ്സുകളിൽ അത്യന്താധുനികമായിട്ടുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുകയും വൈഫൈ പോലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുകയും അതുപോലെ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിന് പ്രത്യേകം കൗണ്ടർ ഏർപ്പെടുത്തുകയും മൊബൈൽ ആപ്പ് വഴി പ്രത്യേകം KSRTC ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനുള്ള സംവിധാനവും മറ്റും ഉണ്ടാക്കി. അത് വിദേശ രാജ്യങ്ങളിലെ പോലെ തന്നെ പല നൂതന സംവിധാനങ്ങളും നമ്മുടെ കേരളത്തിൽ KSRTCയിൽ നടപ്പിലാക്കുകയുണ്ടായി. അതെല്ലാം മന്ത്രി ഗണേഷ് കുമാറിന്റെ മുൻകൈ എടുത്തുകൊണ്ടാണ് ഇതെല്ലാം മാറ്റമുണ്ടാക്കിയത്. റെക്കോർഡ് കളക്ഷൻ ഉണ്ടാക്കിയത് കേരള ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ സംഭവമാണ്. 10,19,00,000 രൂപ. എന്തായാലും നമുക്ക് ആ 24 ന്യൂസിലൂടെയുള്ള ആ വാർത്ത നമുക്കൊന്ന് കണ്ടിട്ട് വരാം. KSRTC റെക്കോർഡ് കളക്ഷൻ ഇന്നലെ മാത്രം 10,19,00,000 രൂപ കളക്ഷൻ കിട്ടി. ആദ്യമായിട്ടാണ് ഒരു KSRTC പ്രതിദിന കളക്ഷൻ 10 കോടി കടക്കുന്നത്. ഇന്നലെ ഓണം അവധി കഴിഞ്ഞ ശേഷമുള്ള ആദ്യ വർക്കിംഗ് ഡേ ആയിരുന്നു. കൂടുതൽ പേർ കേരളത്തിൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ജോലിക്ക് തിരിച്ചു പോകുന്ന ദിവസം, ഒപ്പം കേരളത്തിനകത്ത് ദീർഘദൂര സർവീസുകൾ കൂടുതൽ ഓപ്പറേറ്റ് ചെയ്ത ദിവസം, ഇവയെല്ലാമാണ് കളക്ഷൻ റെക്കോർഡുകൾ തിരുത്തി KSRTCക്ക് ഇത്രയും വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. 10,19,00,000 രൂപയാണ് ഇന്നലെ ഒരു ദിവസത്തെ മാത്രം കളക്ഷൻ. ഇത് KSRTC ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ കളക്ഷനാണ്. അതുമാത്രമല്ല, ആദ്യമായിട്ടാണ് 10 കോടി രൂപ ഒരു ദിവസത്തെ കളക്ഷൻ അത് മറികടക്കുന്നത്. ഇതിനു മുൻപ് ഏറ്റവും ഉയർന്ന കളക്ഷൻ ഉണ്ടായിരുന്നത് കഴിഞ്ഞ ശബരിമല സീസണിൽ ഉണ്ടായ 9,41,00,000 രൂപയാണ്. കഴിഞ്ഞ ഓണ സീസണിൽ സമാനമായി ആദ്യമായി വരുന്ന ഈ അവധി ദിവസം കഴിഞ്ഞ് വരുന്ന ആദ്യ വർക്കിംഗ് ഡേയിൽ ഉണ്ടായിരുന്ന 8 കോടി ഏകദേശം 50,00,000 രൂപ മാത്രമാണ്. അവിടെ നിന്നാണ് ഇത്ര വലിയൊരു കുതിച്ചുചാട്ടം. ഏകദേശം 1.5 കോടിക്ക് മുകളിൽ 1.5 കോടി രൂപയ്ക്ക് മുകളിൽ ഒരു ദിവസത്തെ കളക്ഷൻ കുതിച്ചു ചാടിയിരിക്കുന്നു. എന്തായാലും KSRTC ജീവനക്കാരുടെ ഇടപെടൽ അതിൽ പ്രധാനമാണ്. KSRTC ജീവനക്കാർ ഈ ദിവസത്തേക്ക് വേണ്ടി മാത്രം ഒരു കളക്ഷൻ ചലഞ്ച് എന്ന രീതിയിൽ മുന്നോട്ട് വെച്ചിരുന്നു. അതുപ്രകാരം വഴിയിൽ സാധാരണ KSRTC ജീവനക്കാർ ബസ് സ്റ്റോപ്പിൽ പോലും വാഹനം നിർത്തില്ല എന്നുള്ള പരാതിയെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അങ്ങനെ ആയിരുന്നില്ല. ഇന്നലെ പരമാവധി ആളുകളെ KSRTCയിൽ കയറ്റാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ മെനങ്ങാന്ന് രാത്രി മുതൽ KSRTC ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ തുടങ്ങിയിരുന്നു. വഴിയിലെല്ലാം ഓരോ സീറ്റ് ഒഴിയുമ്പോഴും വഴിയിൽ ആളെ കയറ്റുന്നു. ഈ രീതിയിൽ കൃത്യമായി ഓപ്പറേറ്റ് ചെയ്ത് മുന്നോട്ട് പോയി. ജീവനക്കാർ മത്സരിച്ചാണ് ഈ കളക്ഷൻ ചലഞ്ചിൽ പങ്കെടുത്തത്. അതുതന്നെയാണ് 10,19,00,000 രൂപ എന്ന വലിയ കളക്ഷനിലേക്ക് എത്താൻ കാരണം. ഈ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഗണേഷ് കുമാർ മന്ത്രിയായതോടുകൂടി ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ KSRTCയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് പുതിയ വണ്ടികളുടെ രൂപത്തിലാണെങ്കിലും ശരി, അതുപോലെ തന്നെ ടിക്കറ്റ് കൗണ്ടറുകളുടെ എണ്ണം കൂട്ടിക്കൊണ്ട് അതിന്റെ വരുമാനത്തിലാണെങ്കിലും ശരി, അതുപോലെ തന്നെ KSRTCയുടെ തനതായിട്ടുള്ള കെട്ടിടങ്ങളിൽ നിന്ന് അവിടെ നിന്ന് വരുമാനം ഉണ്ടാക്കുന്നതിനുള്ള പ്രത്യേക പദ്ധതികൾ തയ്യാറാക്കുന്ന കാര്യത്തിലാണെങ്കിലും എല്ലാത്തിലും
ഓരോരോ പുതുമ കണ്ടെത്തി പുതിയ പുതിയ പരീക്ഷണങ്ങളിലൂടെ KSRTCയെ ലാഭകരമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഗണേഷ് കുമാർ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. അത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് KSRTCയെ എങ്ങനെ ലാഭകരമാക്കാം എന്നതിനെ കുറിച്ചുള്ള ഒരു ചർച്ചയും സംവാദവും ഉണ്ടാക്കി. ആ സംവാദത്തിന്റെ അടിസ്ഥാനത്തിൽ ചില പരീക്ഷണങ്ങൾ നടത്തുകയും ആ പരീക്ഷണങ്ങളെല്ലാം വിജയിച്ച് വരികയാണ്. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോ റെക്കോർഡ് കളക്ഷനും മറ്റും ഇപ്പോ നേടിയിരിക്കുന്നത്. ഇതിനിടയ്ക്ക് നമുക്ക് ഇത് പൈസ നമ്മുടെ ATM കൗണ്ടറിൽ നിന്ന് എടുക്കുന്നത് പോലെ തന്നെ ഒരു ATM കാർഡ് നമ്മുടെ ഒരു ATM കാർഡ് രൂപകൽപ്പന ചെയ്തുകൊണ്ട് ഒരു വ്യക്തിക്ക് യാത്ര ചെയ്യുന്നതിന് വേണ്ടി ആ ATM കാർഡ് കൊടുക്കുന്ന ഒരു സംവിധാനം നിലവിൽ രൂപകൽപ്പന ചെയ്യുകയുണ്ടായി. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ തന്നെയാണ് KSRTC നല്ല രീതിയിലുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഇപ്പൊ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും കേരളത്തിലെ ജനങ്ങൾക്ക് ഇനിയിപ്പോ ഹൈവേ വികസനം കൂടി പൂർത്തിയാവുന്നതോടുകൂടി നമ്മുടെ KSRTC നല്ല നിലയിൽ പുതിയ വണ്ടികളും മറ്റും ഇനിയും വരുമെന്നാണ് ബഹുമാനപ്പെട്ട മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഈ ഹൈവേ വികസനം പൂർണ്ണമാവുന്നതോടുകൂടി നല്ല രീതിയിലുള്ള പുതിയ ബസ്സുകളും മറ്റും വന്ന് KSRTC നല്ല ലാഭമുണ്ടാക്കുന്ന നിലയിൽ എത്തിച്ചേരും. ആ നിലയിലേക്കുള്ള ഒരു തുടർച്ചയാണ് ഇപ്പോ ഒരു ദിവസത്തെ കളക്ഷൻ, റെക്കോർഡ് കളക്ഷൻ വന്നിരിക്കുന്നത്.